ഫ്യൂച്ചർ നമ്മൾ ആർക്കും അറിയില്ല. ഇന്ത്യക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ അത് കൺസിഡർ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു കാര്യം പറയട്ടെ, 2000 മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടർ സെഞ്ചുറി, കാൽ നൂറ്റാണ്ടത്തിൽ പാകിസ്ഥാൻ നിരവധി തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് പോലെ ഇത് ചെയ്യും, പിന്നെ ഞങ്ങളല്ല എന്ന് പറയും, പിന്നെ യാഥാർത്ഥ്യം സ്ഥാപിക്കും, ലോകം മുഴുവൻ കൺഫേം ചെയ്യും ഇവരെന്നെ അയച്ചത് ഈ മിലിറ്റൻസും ടെററിസ്റ്റുമായിട്ട്. അത് ഛത്തീസിംഗ്പൂർ മുതൽ നമ്മളുടെ മുംബൈയിലത്തെ 26/11/2008 കഥ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഊറി, പുൽവാമ എത്രയാണ്. ഞാൻ ഇന്ന് തന്നെ ചിന്തിക്കായിരുന്നു, ഒരു 8-10 ഉദാഹരണങ്ങൾ, പ്രധാനപ്പെട്ട 1-2 വ്യക്തികളുടെ നഷ്ടമല്ല, പക്ഷേ ഒരു 10-25 മിനിമം ആൾക്കാർ മരിക്കുന്ന ഒരു 8-10 ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു. മതിയായി എന്നൊരു തോന്നലുണ്ടാവില്ല. ആദ്യം ഭാരതം ഭയങ്കര സെൽഫ് റിസ്ട്രെയിൻറ്റ് കൊണ്ടാണ് പെരുമാറിയത്. ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പോയി സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ചെറിയ സാങ്ഷൻസ് ചെയ്തു, വിസ അനുവദിച്ചു, ഇതൊക്കെ ചെയ്തു. പക്ഷെ അവസാനത്തിൽ നമ്മുടെ ക്ഷമയ്ക്കും ഒരു ലിമിറ്റിന്റെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ പുൽവാമ സംഭവിച്ചപ്പോൾ പ്രധാനമന്ത്രി ബാലക്കോട്ട് സ്ട്രൈക്ക് നടത്തി. അതിനു മുമ്പും ഊറി സംഭവിച്ചപ്പോൾ നമ്മൾ അകത്ത് പോയി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ നമ്മൾ മുമ്പ് ഒബ്സർവ് ചെയ്തിരുന്ന പരിധികൾ നമ്മൾ ഇനി ബാധിക്കില്ല. നമ്മൾ അതിനെ അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇതിന് ഒരു ലിമിറ്റ് ഇല്ലാതെ അവർ പെരുമാറുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് വെറുതെ ലിമിറ്റ് മാറ്റുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സർക്കാർ എല്ലാ ഓപ്ഷൻസും കൺസിഡർ ചെയ്യണം. അതൊരു ഡിപ്ലോമാറ്റിക് ഓപ്ഷൻസ് ഉണ്ട്, എക്കണോമിക് ഓപ്ഷൻസ് ഉണ്ട്, ഇന്റലിജൻസ് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഉണ്ട്, കവേർട്ട് ഓപ്പറേഷൻസ് ഉണ്ടാവാം, ഓവേർട്ട് ഓപ്പറേഷൻസ് ഉണ്ടാവാം. ആർക്കും ഒരു യുദ്ധം വേണ്ട. നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്ത ഒരു രാജ്യമായിട്ട് നമ്മളുടെ വികസനം തന്നെയാണ്. വികസനത്തിനും വളർച്ചയ്ക്കും യുദ്ധം നന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. യുദ്ധം നടക്കുന്ന രാജ്യത്ത് നിന്ന് ഒരു പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഓടിപ്പോകും. അതുകൊണ്ട് നമ്മൾ വലിയൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്ക് വെറുതെ ഇത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ എനിക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ചില ആക്ഷൻസ് അത് വെറും ഡിപ്ലോമാറ്റിക് ആയിരിക്കില്ല. ചില ഇംഗ്ലീഷിൽ പറയും കൈനറ്റിക് ആക്ഷൻസ്. കൈനറ്റിക് പറയാൻ നിങ്ങൾ തൊടുന്നതാണ് ഒരു കൈനറ്റിക് ആക്ഷൻ. അവരെ തൊടുന്ന ചില ആക്ഷൻ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ വെറുതെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിച്ചു 4 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഇന്ത്യ ഉപദ്രവിക്കാനുള്ള മനസ്സ് അവർക്കില്ല എന്ന് വിചാരിച്ചു. ആ വിചാരം തെറ്റായിരുന്നു. ഈ 4 വർഷം കഴിഞ്ഞിട്ട് ആ 4 വർഷത്തിന്റെ സമാധാനം പീരീഡ് കഴിഞ്ഞു. ഇനി ഈ പെഹൽഗാം ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ഭയമുണ്ടെന്ന് വീണ്ടും അവർ എളുപ്പം നമ്മൾ എടുക്കും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, വല്ലതും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അത് എപ്പോ എനിക്ക് പറയാൻ അറിയില്ല, ആർക്കും അറിയില്ല, തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ വല്ല ആക്ഷൻ ഉണ്ടാവണം. അത് രാജ്യത്തിന്റെയും ആവശ്യമാണ്. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്? ഏത് രാജ്യത്തിന് ഇന്റലിജൻസ് ആണ് 100% ഫുൾ പ്രൂഫ്? ഞാൻ ഇതില് എന്റെ അഭിപ്രായത്തിൽ സമയം വന്ന ശേഷം, ഇപ്പൊ ആക്ഷൻ എടുക്കാനുള്ളത് എടുത്ത ശേഷം അന്വേഷണം നടത്തണം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരിനകത്തന്നെ അന്വേഷണം നടത്തട്ടെ. ഇസ്രായേൽ ഒക്ടോബർ 7 ഇസ്രായേൽ പറഞ്ഞ ലോകത്തെ മെച്ചപ്പെട്ട ഇന്റലിജൻസ് സർവീസ് ആണെന്നല്ലേ മൊസാഡിന്റെ റെപ്യൂട്ടേഷൻ. എന്നിട്ടും കൂടി അവർക്ക് എന്ത് സംഭവിച്ചു? അവര് രാജ്യത്തിൽ ആക്രമണം ഉണ്ടായി, പലവരെ കൊന്നു, പലവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഹോസ്റ്റേജസ് ആയി. അപ്പോ അത് ഇസ്രായേലിന് അനുവദിക്കാന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആർക്കും 100% ഫുൾ പ്രൂഫ് ഇന്റലിജൻസ് ഇല്ല. പക്ഷെ ഇസ്രായേൽ എന്താ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ അന്വേഷിക്കാം. അതുപോലെ തന്നെ ഞാനും പറയുന്നു, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കട്ടെ. അതെല്ലാം കഴിഞ്ഞ ശേഷം അക്കൗണ്ടബിലിറ്റി വേണം. അത് സർക്കാരിന്റെ ഒരു കടമയാണ്.